ഏറ്റവും പുതിയ ആസിഫ് അലി ചലച്ചിത്രം രേഖാചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രേഖാചിത്രത്തിൽ ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ജോൺ മന്ത്രിക്കലും അതേപോലെ തന്നെ രാമു സുനിലാണ്. സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത ആളുകളെ അധികം ശ്രദ്ധിക്കാറില്ല, ബട്ട് ദേ ഡിസേർവ്സ് എ സ്പെഷ്യൽ മെൻഷൻ ഇൻ ദിസ് ഫിലിം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു ജോണർ ആയിരിക്കും ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ അറിയാത്തൊരു തീമൊന്നുമല്ല, പക്ഷെ മിക്കപ്പോഴും ഹോളിവുഡിലാണ് അത് കൂടുതലായിട്ട് പ്രയോഗിച്ചിരുന്നത്. പേഴ്സണലി ഞാൻ അതിൻ്റെ ഒരു ഫാൻ ഒന്നുമല്ല, ബട്ട് നമ്മൾ മലയാളത്തിലേക്ക് ഈ ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമ പല രീതിയിലായിരിക്കും കമ്പയർ ചെയ്യുക. നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു മൂവിയായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് ഈ മൂവി ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓസ്ലർ മൂവി ആയിട്ടാണ്. ഓസ്ലർ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടോ അത്രയും തന്നെ എനിക്ക് രേഖാചിത്രം കാതോട് കാതോരം എന്നുള്ള സിനിമ ഞാനൊക്കെ ഇറങ്ങുന്നതിൻ്റെ ഒരുപാട് വർഷങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെയും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിലേക്കും ആ ഒരു സിനിമ സെറ്റിലേക്കും നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? അപ്പൊ നമ്മൾ കണ്ട ആ ഒരു സിനിമ ഇനി മുതൽ നമ്മൾ കണ്ട പോലത്തെ ഒരു സിനിമയായിട്ടേ നമുക്ക് തോന്നില്ല. കാരണം അതിന്റെ ഒരു പാട്ട്, ദേവദൂതർ പാടി എന്നുള്ള പാട്ട് നമ്മൾ ഇതിനു മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കേട്ടത് എന്നാൽ താൻ കേസോട് മൂവില്ല. പക്ഷെ അതിന് ശേഷം ഇത്രയും അടിപൊളിയായിട്ട് ആ പാട്ടും ആ പാട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകള് ആസിഫ് അലി, നമുക്കറിയാം പോലീസ് വിഷയങ്ങളിൽ ആസിഫ് അലി വരുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കൂമൻ ആയിക്കോട്ടെ, ഈ അടുത്തിറങ്ങിയ തലവനായിക്കോട്ടെ, ഇതിലൊക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒരു പ്രത്യേക സ്റ്റൈലായിട്ടുള്ള രേഖാചിത്രത്തിലേക്ക് വരുമ്പോഴും ആസിഫ് അലി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് വാവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടക്കത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 പോലീസുകാരും സത്യം പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇതിൽ ചില ഏരിയാസ് ഒക്കെ ഉണ്ട് ഭയങ്കര കൈയടിക്കാൻ തോന്നുന്ന, അധികം മാസമൊന്നും കാണിക്കുന്നൊന്നുമില്ല, എന്നാൽ പോലും ചില സീൻസ് ഒക്കെ ശരിക്കും നമുക്ക് കൈയടിച്ച് പോകാൻ തരത്തിലുള്ള ആക്ഷൻസ് ഒക്കെയുള്ള ആസിഫ് അലിയെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഒരു ഫൈറ്റ് എങ്ങാനേ ഉള്ളൂ, ആ ഉള്ള ഫൈറ്റ് തന്നെ കിടലം ഫൈറ്റ് ആയിരുന്നു. പിന്നെ ഇതിലുള്ള അനശ്വര, വിൻറ്റേജ് അനശ്വരയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. വിൻറ്റേജിൽ അനശ്വര വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമാണ് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ. സോ എവിടെയൊക്കെയോ എനിക്ക് നമ്മുടെ ഈ ഒരു അനശ്വര കാണുന്ന സമയത്ത് ഓസ്ലറിലെ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയില്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയായിരുന്നു. ബട്ട് 2 കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ കൂടെ ചിലപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ചില സാമ്യതകളായിരിക്കണം. അപ്പോൾ എന്തായാലും അനശ്വരയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മേജറായിട്ട് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടെക്നിക്കാലിറ്റി തന്നെയാണ്. ഈ സിനിമ ഭയങ്കര ബിഗ് ബജറ്റ് മൂവിയൊന്നുമല്ല, പക്ഷെ പല ബിഗ് ബജറ്റ് മൂവീസിലും AI ആയിക്കോട്ടെ, അതേപോലെ തന്നെ VFX ആയിക്കോട്ടെ, അവർ യൂസ് ചെയ്തിരുന്ന കണ്ടിട്ട് നമ്മൾ ഇത് എന്ത് തേങ്ങയാണ് ഈ ചെയ്തു വെച്ചതെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന AIയുടെ പോർഷൻസ് അത് വേറെ തന്നെയാണ് കേട്ടോ. ഇതിലെ AI എന്ന് പറയുന്നത് ജസ്റ്റ് വാവ്. കാരണം നമുക്കിത് മുഴച്ചു നിൽക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ ഈ കഥാപാത്രമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ പിടിച്ചിതിൽ കൊണ്ടുവന്നതാണോ അങ്ങനെ ഒന്നും തോന്നാത്ത രീതിയിൽ അത്രയും തന്മയത്തോടെയാണ് ഇതിലുള്ള പാർട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി എല്ലാവർക്കും ഇപ്പം അറിയാം. സോ നമുക്ക് ഉടനീളം മമ്മൂട്ടി എന്നുള്ള ഒരു ക്യാരക്ടർ അത് പോർട്രേറ്റ് ചെയ്ത രീതിയൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതിലെ ഇവരൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ്. പിന്നെ ഇതിൽ അധികവും കുറച്ച് 2 കാലഘട്ടങ്ങളായതുകൊണ്ട് 2 കാലഘട്ടങ്ങളിലെയും പലരുടെയും ചെയ്തിരിക്കുന്ന അവരവരുടെ മക്കൾ തന്നെയാണ്. സിദ്ദിഖിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ TG രവി ആയിക്കോട്ടെ, അവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മനോജ് കേച്ചൻ ഒരു ഗംഭീര ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് തീരെ വർക്കൗട്ട് ആവാത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് മനോജ് കേച്ചൻ്റെ അവസാനം കാണിക്കുന്ന ഭാര്യയാണ്. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണെങ്കിൽ കൂടെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. സത്യം പറഞ്ഞാൽ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഒരു ദേ ഡിസേർവ് എ ക്ലാപ്പ് എന്ന് തോന്നിപ്പോയി. അത്രയും അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഞാൻ ഇത്തരം ക്രൈം ത്രില്ലേഴ്സിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കണം എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. സോ നല്ല ഇത്തരത്തിലുള്ള ക്രൈം ത്രില്ലേഴ്സൊക്കെ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് പോയി കാണാം. ഒരിക്കലും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ അരുണിമ. ബൈ, സീ യു.